Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. In this session, we discuss what do you mean by premium bonus plan, what are the factors considering a satisfactory premium bonus plan, and its advantages and disadvantages. Okay, let's start. Premium bonus plan. What do you mean by premium bonus plan? Okay. These are the variations of piece rate system. These are the variation of piece rate system. Okay. It mainly differ in respect of sharing of bonus. അപ്പം പീസ് റേറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വേരിയേഷൻ ആണ് എന്തെന്ന് പറയുക പ്രീമിയം ബോണസ് പ്ലാൻ. ഓക്കെ, എന്നാൽ ഇതിൻ്റെ പീസ് റേറ്റ് സിസ്റ്റവും പ്രീമിയം ബോണസ് പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഷെയറിങ് ഓഫ് ബോണസിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പം എൻ്റയർ ബോണസ് ഗോസ് ടു എംപ്ലോയീസ് ഇൻ പീസ് റേറ്റ് സിസ്റ്റം. പീസ് റേറ്റ് സിസ്റ്റത്തിലെ എൻ്റയർ ബോണസ് അല്ലെങ്കിൽ റിവാർഡും ആർക്ക് തന്നെ പോകും? എംപ്ലോയിക്ക് തന്നെ പോകും. ബട്ട് ഇൻ premium bonus plan, the reward must be shared by employer and employee. Okay, നോക്കാം. In piece rate system, the entire reward goes to the employees, whereas in premium bonus system, the reward is shared by both the employer and employees. Okay, but it provides security to the workers as the minimum time rate is guaranteed. എന്നാൽ ഇവിടുത്തെ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു മിനിമം ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്കതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഈ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആസ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് വേജസ് ഇൻക്രീസസ് ബട്ട് നോട്ട് ഇൻ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ടു ദ ഔട്ട്പുട്ട്. ഓക്കെ, എന്നാൽ ഇവിടെ നമ്മുടെ കേസ് പോലെ പീസ് റേറ്റ് സിസ്റ്റം പോലെ തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? വേജസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏതിന് ആനുപാതികമായിട്ടല്ല, അവിടെ ഔട്ട്പുട്ട് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നു അതിൻ്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലല്ല എന്ത് ചെയ്യുന്നത്? വേജസ് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഏതാ? പീസ് റേറ്റ് സിസ്റ്റവും പ്രീമിയം ബോണസ് പ്ലാനും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ അതാണ്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡറിങ് എ satisfactory premium bonus plan. Okay, first point, it must be simple and understandable to workers. It must be simple and understandable to workers. അല്ലേ? അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രീമിയം ബോണസ് പ്ലാൻ എന്ന് പറയുന്നത് സിമ്പിളായിരിക്കണം, അതുപോലെ വർക്കേഴ്സിന് മനസ്സിലാകുന്ന രീതിയിലുള്ളതും ആയിരിക്കണം. സെക്കൻഡ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഫെയർ ടു ബോത്ത് എംപ്ലോയർ ആൻഡ് എംപ്ലോയി. എംപ്ലോയിക്കും അതുപോലെ എംപ്ലോയർക്കും ഫെയർ ആയിരിക്കണം. രണ്ടുപേർക്കും ഫെയർ ആയിട്ടുള്ള ഒരു പ്രീമിയം പ്ലാൻ ആയിരിക്കണം നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് വൺസ് ഫിക്സഡ് മെ നോട്ട് ബി ഓൾട്ടേർഡ്. ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്താൽ അത് നമുക്ക് എപ്പോഴും ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല, അത് പിന്നീട് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചായിരിക്കണം സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വൺ, ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഫിക്സഡ് ബൈ ടൈം ആൻഡ് മോഷൻ സ്റ്റഡി. ടൈം സ്റ്റഡിയുടെയും അതുപോലെ മോഷൻ സ്റ്റഡിയുടെയും ബേസിലായിരിക്കണം നമ്മൾ എന്ത് ഫിക്സ് ചെയ്യേണ്ടത്? സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വർക്ക് മസ്റ്റ് ബി റിപ്പിറ്റേറ്റീവ് ഇൻ നേച്ചർ. റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ള വർക്ക് ആയിരിക്കണം നമ്മൾ എന്ത് പ്രീമിയം ബോണസ് പ്ലാൻ ഫിക്സ് ചെയ്യാൻ അവിടുത്തെ വർക്ക് എന്ന് പറയുന്ന റിപ്പിറ്റേറ്റീവ് നേച്ചറിലുള്ളത് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫാക്ടർ ഈസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ സ്കീം ഷുഡ് ബി മിനിമം. അപ്പം ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ദ സിസ്റ്റം ഷുഡ് ബി ഓൾസോ ബെനിഫിറ്റ് ദ ഇൻഡയറക്റ്റ് വർക്കേഴ്സ്. ഇൻഡയറക്റ്റ് വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സിസ്റ്റം അവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ, ദ വർക്കേഴ്സ് ഷുഡ് നോട്ട് റൈസ് ഒബ്ജെക്ഷൻസ്. ഈ വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒബ്ജെക്ഷൻ വരാത്ത രീതിയിലായിരിക്കണം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ദ സിസ്റ്റം മസ്റ്റ് ബി പെർമനൻറ്റ്. വൺസ് ഇൻട്രൊഡ്യൂസ് ഷുഡ് നോട്ട് ബി ഡിസ്കണ്ടിന്യൂഡ്. ഒരിക്കൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത് എല്ലാം തന്നെ എന്തായിരിക്കണം? നന്നായിട്ട് ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് പെർമനൻ്റ് ആയിരിക്കും. അതൊരിക്കലും പിന്നെ എന്ത് ചെയ്യില്ല? ഡിസ്കണ്ടിന്യൂ ചെയ്യില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് റെഡ്യൂസ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, എംപ്ലോയീസ് ആൻഡ് കസ്റ്റമേഴ്സ് ആർ ടു ബി ബെനിഫിറ്റഡ്. ഇവർക്ക് മൂന്ന് പേർക്കും ബെനിഫിറ്റ് ആയിരിക്കണം. ആർക്കൊക്കെ? എംപ്ലോയർക്ക് ബെനിഫിഷ്യൽ ആയിരിക്കണം, എംപ്ലോയീസ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനും എന്തായിരിക്കണം? ബെനിഫിഷ്യൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് നമ്മളൊരു പ്രീമിയം ബോണസ് പ്ലാൻ ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത്. ഓക്കെ, then advantages of premium bonus plan. First advantages is that increase in production with a corresponding reduction of cost. നമുക്കറിയാം പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും.
ഓക്കെ. സെക്കൻഡ് വൺ, ലേബർ ടേൺ ഓവർ ഈസ് റെഡ്യൂസ്ഡ്. ലേബർ ടേൺ ഓവർ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ദി സിസ്റ്റം അട്രാക്റ്റഡ് ടു മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ്. മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സിനെ നമുക്ക് ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ബോണസ് കിട്ടും എന്നുള്ള രീതിയിൽ അവർക്ക് അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, കൺസ്യൂമേഴ്സ് ഗെറ്റ് ലോ പ്രൈസ് ഗുഡ്സ്. കൺസ്യൂമേഴ്സിന് ലോ പ്രൈസിൽ നമുക്ക് ഗുഡ്സ് കൊടുക്കാൻ അവൈലബിൾ ആക്കാനായിട്ടും സാധിക്കും. ഓക്കെ. അങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് ഏതിനുള്ളത്, പ്രീമിയം ബോണസ് പ്ലാനിന് ഉള്ളത്. ദെൻ വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്രീമിയം ബോണസ് പ്ലാൻ? First disadvantages is it is difficult to establish performance level and fixing rate. ഇപ്പോൾ ഈ റേറ്റ് ഫിക്സ് ചെയ്യുക അതുപോലെ വർക്കേഴ്സിൻ്റെ പെർഫോമൻസ് ലെവൽ ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു വിഡ്രോ ദ സ്കീം ഓൺസ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഒരിക്കൽ നമ്മൾ ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിഡ്രോ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ. The next one, trade unions usually object to the introduction of the scheme. ഈ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരിക്കലും ട്രേഡ് യൂണിയൻ സമ്മതിക്കത്തില്ല, അവർക്ക് അതിൽ ഒബ്ജക്ഷൻ ഉണ്ടാകും. കാരണം ഇതിൻ്റെ റിവാർഡ്സ് അല്ലെങ്കിൽ വർക്കേഴ്സിന് കിട്ടേണ്ടുന്ന ബോണസ് അത് എങ്ങനെ ഷെയർ ചെയ്യുന്നു, എംപ്ലോയിക്കും എംപ്ലോയർക്കായിട്ട് ഷെയർ ചെയ്ത് പോവുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത എവിടെ ഉണ്ട്, ഈ സ്കീമിൽ ഉണ്ട്, ട്രേഡ് യൂണിയൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ, സം സ്കീംസ് ആർ കോംപ്ലിക്കേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് ടു അഡ്മിനിസ്റ്റർ. അഡ്മിനിസ്ട്രേയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എക്സ്പെൻസീവാണ്, ഇതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുപോലെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. ഓക്കെ. അപ്പം ഇത് ഇത്രയുമാണ്, ഈ 4 ഐറ്റംസ് ആണ് എന്തെന്ന് പറയുക ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ. ഡിയർ സ്റ്റുഡൻസ്, listen the videos carefully and write the assignment question like, what do you mean by premium bonus plan? Second question, what are the factors while considering premium bonus plan? Third question, what are the advantages of premium bonus plan? Then fourth question, what are the disadvantages of premium bonus plan?